അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഐഷൂസ് കിച്ചൻ. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു കിടിലൻ ഇറച്ചിപ്പിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇത് അധികവും കണ്ണൂർ ഭാഗങ്ങളിൽ സൽക്കാരങ്ങളിൽ ഉണ്ടാകുന്നൊരു റെസിപ്പിയാണ്. ഇതിന് പലയിടങ്ങളിലും പല പേരുകളാണ്. ഇറച്ചിക്കടമ്പ്, ആണപ്പത്തിൽ, കുഞ്ഞിപ്പത്തിൽ, ഇറച്ചിപ്പിടി, ഇങ്ങനെ പല പേരിലും പറയും. നമ്മൾ പറയാറ് ഇറച്ചിക്കടമ്പ് എന്നാണ്. ഇത് ചിക്കൻ കൊണ്ടും ബീഫ് കൊണ്ടും ഉണ്ടാക്കാറുണ്ട്. ഞാനിവിടെ ചിക്കൻ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് ആദ്യം ചിക്കൻ കറി റെഡിയാക്കണം. നല്ല തിക്കായിട്ടുള്ള കറിയാണ് ഇതിന് വേണ്ടത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇനി ചൂടായ എണ്ണയിലേക്ക് വലിയ ജീരകം, ചെറിയ ജീരകം, ഉലുവ എന്നിവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം. പിന്നീട് കട്ട് ചെയ്ത് വെച്ച സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 വലിയ സവാളയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഈ ടൈം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി വഴറ്റിയെടുക്കാം. ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ച 2 തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായി വഴന്നു വരാൻ വേണ്ടി മൂടി വെച്ച് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം. ഈ ടൈം നമുക്ക് മാവിന് വേണ്ടിയുള്ള അരപ്പ് റെഡിയാക്കാം. അതിനുവേണ്ടി അരമുറി തേങ്ങ, അരമുറി സവാള, 1 സ്പൂൺ വലിയ ജീരകവും ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. ഇത് ഫൈനായിട്ട് അരക്കേണ്ടതില്ല. ഇത് അരയുന്ന ടൈം നമുക്ക് മസാല നോക്കാം. മസാല എല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല എന്നിവ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇത് 5 മിനിറ്റ് മൂടി കൊടുക്കാം. പിന്നെ മാവിന് വേണ്ടിയുള്ള അരിപ്പൊടി എടുക്കാം. പത്തിരിപ്പൊടിയാണ് എടുക്കേണ്ടത്. ഞാനിവിടെ 1.5 കപ്പ് പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ച അരപ്പ് ചേർത്ത് നന്നായി കുഴച്ചെടുക്കാം. പത്തിരിക്ക് കുഴച്ചെടുക്കുന്ന പരുവത്തിലാണ് കുഴച്ചെടുക്കേണ്ടത്. വെള്ളം കുറവാണെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് അത് മാവിലേക്ക് ഒഴിച്ചു കൊടുത്ത് കുഴച്ചെടുക്കാം. ഇതാ ഈ ഒരു രൂപത്തിലാണ് വേണ്ടത്. ഇപ്പോൾ ഇതാ മസാല നന്നായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കൻ ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം.
ഈ ചിക്കൻ മസാലയിൽ കിടന്ന് വേവട്ടെ, നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം. ചിക്കൻ വേവുന്ന ടൈം നമുക്കിതിന് വേണ്ടിയുള്ള അപ്പം റെഡിയാക്കാം. മാവ് ഇങ്ങനെ എടുത്ത് ചെറിയ ഉരുളകളാക്കി വിരൽ കൊണ്ട് ചെറുതായി പ്രസ് ചെയ്ത് അതിൻ്റെ നടുവിലായി ഇങ്ങനെ ഒരു കുഴി പോലെ ആക്കി കൊടുക്കാം. ഇത് ഞാൻ ഉരുട്ടി സ്റ്റീമറിൻ്റെ തട്ടിൽ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ എല്ലാ മാവും ആക്കിയെടുക്കാം. ശേഷം ഇത് നേരത്തെ ചൂടാക്കി വെച്ച സ്റ്റീമറിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുന്ന ടൈം നമുക്ക് വേവിക്കാൻ വെച്ചിട്ടുള്ള ചിക്കൻ എന്തായി എന്ന് നോക്കാം. അപ്പോൾ ഇതാ ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ശേഷം തേങ്ങാപ്പാലിൻ്റെ 2ാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചിക്കനിൽ വെള്ളം കുറവാണെങ്കിൽ 2ാം പാൽ ഒഴിച്ചാൽ മതി. ഞാൻ കുറവായത് കൊണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് എടുത്തു വെച്ച 1ാം പാൽ ചേർത്ത് കൊടുക്കാം. ഈ ടൈം ഉപ്പ് നോക്കി കുറവായത് കൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വറുത്തരച്ച തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായി തിളപ്പിച്ചെടുക്കാം. പിന്നീട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയില കൂടി ഇട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ സ്റ്റീമർ വെച്ച അപ്പം റെഡിയായോ എന്ന് നോക്കാം. അപ്പോൾ അപ്പം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടാറാൻ വെക്കാം. പിന്നീട് കുറച്ച് പച്ചവെള്ളം കുടഞ്ഞ് അടർത്തിയെടുക്കാം. എല്ലാം നന്നായി അടർത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഈ അപ്പം നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച ചിക്കൻ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. കറി അപ്പത്തിന് ആവശ്യമായത് എടുത്താൽ മതി. ഞാൻ ഇതിൽ നിന്നും കുറച്ച് കറി കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ അപ്പമെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓണാക്കി ഈ അപ്പം നന്നായി കറിയിൽ പിടിക്കുന്ന വിധം ഇളക്കി കൊടുത്ത് ഒരു 10 മിനിറ്റ് മൂടി വെച്ച് കൊടുക്കാം.
അപ്പോൾ അപ്പത്തിന് നന്നായി മസാല പിടിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി ഇളക്കി കൊടുക്കാം. ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതുണ്ടാക്കിയിട്ട് കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും കഴിഞ്ഞ് സെർവ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ അപ്പത്തിന് നന്നായി മസാല പിടിച്ചിരിക്കും. അപ്പോൾ ഇതാ കിടിലൻ ഇറച്ചിക്കടമ്പ് റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.